വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അതുകൊണ്ട് 5 റൊമാൻറ്റിക് ചെസ് ട്രാപ്സ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യത്തെ ട്രാപ്പ് സ്കോളാസ് ചെക്ക്മേറ്റിനെതിരെയുള്ള ട്രാപ്പാണ്. വൈറ്റ് E4 കളിക്കുന്നു, ബ്ലാക്ക് E5 കളിക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു, F7ലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. ബ്ലാക്ക് കൂളായിട്ട് നൈറ്റിനെ C6 കളിക്കുന്നു. ഇവിടെ ക്യൂൻ F3 വെച്ചിട്ട് ബിഷപ്പും ക്യൂനും കൂടെ വന്നിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുത്ത് ക്യൂൻ വെച്ച് ഈ പോണിനെ വെട്ടിയെടുത്ത് സ്കോളാസ് ചെക്ക്മേറ്റ് നൽകാൻ ഇവിടെ വൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ബ്ലാക്കിന് പല രീതിയിൽ ഇവിടെ കളി മുന്നോട്ട് പോകാവുന്നതാണ്. നൈറ്റിനെ F6 കളിച്ച് ഈ ഒരു ത്രെട്ട് ഇവിടെ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ബ്ലാക്ക് ഒരു ട്രിക്കി ലൈൻ കളിക്കുകയാണ്, വൈറ്റിനെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കുകയാണ്. എങ്ങനെയാണ് കളിക്കുന്നത്? പോണിനെ F5 കളിക്കുന്നു. ഈ ഒരു ലൈൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ വൈറ്റിന് പണി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് എങ്ങനെയാണ് കളിക്കുക? വൈറ്റ് നോക്കുമ്പോൾ പോൺ വെച്ച് വെട്ടിയെടുക്കാം, ക്യൂൻ വെച്ച് വെട്ടിയെടുക്കാം. രണ്ട് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പോൺ വെച്ചാണ് നിങ്ങളുടെ എതിരാളി വെട്ടിയെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കളിക്കാൻ പറ്റുന്നത്? നൈറ്റ് F6 കളിക്കണം. ഈ മൂവ് എന്തായാലും കളിക്കണം, കാരണം കളിച്ചില്ലെങ്കിൽ ക്യൂൻ H5 ചെക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നൈറ്റ് F6 കളിക്കും. ഇനി ബ്ലാക്ക് അടുത്ത മൂവുകളിൽ D5 കളിക്കും, ബിഷപ്പിനെയൊക്കെ അറ്റാക്ക് ചെയ്യും, ഈ ബിഷപ്പ് ആക്റ്റീവ് ആവും. അപ്പോൾ ഇങ്ങനെയും ബ്ലാക്കിന് കളി മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ പൊസിഷനിൽ പോൺ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കളിക്കുമെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ക്യൂൻ വെച്ച് വെട്ടിയാലോ? പ്രത്യേകിച്ച് ബിഗിനേഴ്സ് നോക്കുമ്പോൾ ഈ ഒരു ക്യൂൻ വെച്ച് വെട്ടിയെടുത്തോടെ ബിഷപ്പും ക്യൂനും കൂടെയുള്ള എൻ്റെ ഈ ചെക്ക്മേറ്റ് ത്രെട്ട് അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ എനിക്ക് എന്തായാലും വിന്നിങ് ഇല്ല. അപ്പോൾ ഇവിടെ ബ്ലാക്കിനെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക? ഇവിടെ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്ന മൂവാണ് പോൺ D5. ബിഷപ്പിലേക്കും അറ്റാക്കാണ്, ക്യൂനിലേക്കും നേരിട്ട് അറ്റാക്കാണ്. അപ്പോൾ രണ്ടിനെയും ഒരേ സമയം ഇവിടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ചെക്കൊക്കെ കൊടുത്തു നോക്കാം, പക്ഷെ ഒരു കാര്യമില്ല. പോൺ G6 കളിക്കും, ക്യൂവിന് ഇവിടെ മാറേണ്ടി വരും. ഇനി ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കാവുന്നതാണ്. എങ്ങനെയുണ്ട്? രണ്ടാമത്തെ ട്രാപ്പ് സ്മിത്ത് മോറ ഗാംബിറ്റ് ട്രാപ്പാണ്. വൈറ്റ് E4 കളിക്കുന്നു, ബ്ലാക്ക് C5 കളിക്കുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. അപ്പോൾ സിസിലിയൻ ഡിഫൻസ് കളിക്കുന്ന നിങ്ങൾക്കെതിരെ കളിക്കുന്ന കൂട്ടുകാർക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും ഈ ട്രാപ്പ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ സാധാ മൂവ് നൈറ്റ് F3 ആണ്. ഇവിടെ പക്ഷേ ഈ ഒരു സ്മിത്ത് മോറ ഗാംബിറ്റ് ട്രാപ്പിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് പോൺ D4 ആണ്. സെൻറ്ററിലേക്ക് കളിക്കുകയാണ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മൂവ് പോൺ വെച്ച് പോണിനെ വെട്ടുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ ക്യൂൻ വെച്ച് വെട്ടിയെടുക്കാം, പക്ഷെ വൈറ്റ് കളിക്കാൻ പോകുന്നത് C3 ആണ്. വീണ്ടും ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് പോൺ വെച്ചിട്ട് ഈ പോണിനെ വെട്ടുന്നതാണ്. ഇവിടെ നൈറ്റ് വെച്ചിട്ട് വൈറ്റ് റീക്യാപ്ചർ ചെയ്യും. ഇവിടെ ബ്ലാക്കിൻ്റെ പൊസിഷനും ഇവിടെ വൈറ്റിൻ്റെ പൊസിഷനും നിങ്ങൾ നോക്കുക. ബ്ലാക്കിൻ്റെ ഒരു പീസുകൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല. ബ്ലാക്കിന് നൈറ്റിനെ F6 കളിക്കണം എന്നുണ്ട്, പക്ഷെ അവിടുത്തെ പ്രശ്നം പോൺ ഇവിടെ പുഷ് ചെയ്ത് ഈ നൈറ്റിനെ ഓടിച്ചു വിടും. അപ്പോൾ ഈ നൈറ്റിന് പോകാൻ നല്ല സ്ക്വയർ ഒന്നുമില്ല. ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ ക്യൂനും നൈറ്റും ഉണ്ട്, ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ഉണ്ട്, ഇവിടെ കളിച്ചാലും ക്യൂനുണ്ട്, ഇവിടെ കളിച്ചാലും ക്യൂനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ബ്ലാക്കിനുണ്ട്, പക്ഷെ കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കളിക്കാൻ വേണ്ടി ഒരുപാട് പേര് കളിക്കുന്ന ഒരു മൂവാണ് പോൺ D6. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നൈറ്റ് F6 ആണ്. ഇപ്പോൾ ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോൺ വെച്ച് വെട്ടാം. വൈറ്റ് ബിഷപ്പിനെ C4 കളിക്കുന്നു, നോർമൽ ഡെവലപ്മെൻറ്റ് മൂവ് കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് തന്നെ പ്ലാൻ പോലെ നൈറ്റ് F6 പോകുന്നു. അപ്പോൾ E5 തടയാൻ വേണ്ടി D6 കളിച്ചു, പക്ഷെ വൈറ്റ് എന്തായാലും പോണിനെ പുഷ് ചെയ്ത് ഈ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് എന്താ ചെയ്യുക? ബ്ലാക്ക് വന്നിട്ട് പോൺ വെച്ച് ഈ ഒരു പോണിനെ വെട്ടിയെടുത്തു. ഈ പോണിനെ വെട്ടിയെടുത്തതോടെ ഒരു കിടിലൻ വിന്നിങ് ഫിനിഷ് ഉണ്ട് ഇവിടെ വൈറ്റിന്. ഏതാണ്? ബിഷപ്പ് വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടി ചെക്ക് നൽകുന്നു. ഈ ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ബ്ലാക്കിൻ്റെ ഓൺലി ഓപ്ഷൻ. കിങ്ങിന് ഇവിടേക്ക് പോലും വരാൻ പറ്റില്ല, കാരണം എന്താണ്? നേരിട്ട് ചെക്കിൻ്റെ വലയത്തിലോട്ട് പോകും. കിങ് വെച്ച് ബിഷപ്പിനെ എടുത്തു കഴിയുമ്പോൾ ക്യൂവിൻ്റെ ആകെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ആ കിങ് അവിടെ നിന്ന് മാറി. ഇനി ക്യൂവിനെ ഫ്രീ ആയിട്ട് വെട്ടിയെടുക്കാവുന്നതാണ്. മൂന്നാമത്തെ ട്രാപ്പ് തുടങ്ങുന്നത് E4 E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. ഇതൊക്കെ നാച്ചുറൽ മൂവ്സ് ആണ്. ഇവിടെ ബ്ലാക്ക് ഒരു ട്രിക്കി മൂവ് കളിക്കുകയാണ്. നൈറ്റിനെ D4 കളിക്കുന്നു. ഈ ഒരു പോണിനെ വെട്ടാൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ബിഗിനേഴ്സിനെതിരെ വർക്ക് ചെയ്യുന്ന ഒരു ട്രാപ്പാണ്. ഈ ഒരു പോണിനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതോടെ വൈറ്റ് ചാടി കയറി ഈ ഒരു പോണിനെ വെട്ടുന്നു. നൈറ്റും ബിഷപ്പും കൂടെ F7 അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ ബ്ലാക്കിന് ഒരു കോഴ്സിലും ഇല്ല. ബ്ലാക്ക് കളിക്കാൻ പോകുന്നത് ക്യൂവിനെ ഇവിടെ G5 കളിക്കും. രണ്ട് ത്രെട്ടാണ്. ഒന്ന് ക്യൂൻ വന്നിട്ട് ഈ പോണിനെ വെട്ടിയെടുക്കാൻ, രണ്ട് ക്യൂൻ വന്നിട്ട് ഈ നൈറ്റിനെ വെട്ടിയെടുക്കാൻ. അപ്പോൾ ബ്ലാക്ക് നോക്കുമ്പോൾ എനിക്ക് വന്നിട്ട് ഈ പോണിനെ അങ്ങ് വെട്ടാലോ. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂനിലേക്കും അറ്റാക്ക്, റൂക്കിലേക്കും ഒരേ സമയം അറ്റാക്ക്. പക്ഷെ ബ്ലാക്കിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ബ്ലാക്ക് വന്നിട്ട് ക്യൂൻ വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുത്ത് റൂക്കിലേക്ക് നേരെ അറ്റാക്ക്.
വെറുതെ അറ്റാക്ക് മാത്രമല്ല, വെട്ടി ചെക്ക് വെക്കാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അപ്പോൾ പിന്നെ ബ്ലാക്ക് എന്താണ് ഇവിടെ ചെയ്യുക? ബ്ലാക്കിന് ഇവിടെ ഈ റൂക്കിനെ എടുക്കാൻ ഇപ്പോൾ നേരിട്ട് ഇവിടെ പറ്റില്ല, കാരണം വിത്ത് ചെക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പ്രശ്നമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ റൂക്കിനെ സേവ് ചെയ്യാൻ വേണ്ടി റൂക്കിനെ ഇവിടേക്ക് കളിക്കണം. പക്ഷേ ഇവിടെ ക്യൂൻ വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുത്ത് ചെക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ ക്യൂൻ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നൈറ്റ് വെച്ചാൽ ക്യൂൻ വെറുതെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പ് എവിടെ വരും? അപ്പോൾ കിങ് ഭയങ്കര സേഫായി എന്ന് കരുതും, പക്ഷെ കുറച്ചധികം സേഫായി പോയി. എന്താണ്? നൈറ്റ് F3 വന്നിട്ട് ചെക്ക് മേറ്റ് ആണ്. ബിഷപ്പ് വെച്ചിട്ട് നൈറ്റിനെ വെട്ടാൻ പറ്റില്ല, കാരണം എന്താണ്? ഇത് പിന്നാണ്. ഒരു മനോഹരമായ ചെക്ക് മേറ്റ് സംഭവിക്കും. നാലാമത്തെ ട്രാപ്പിൽ വൈറ്റ് E4 കളിക്കുന്നു. ബ്ലാക്കും സിമെട്രിക്കലായിട്ട് E5 കളിക്കുന്നു. നൈറ്റ് F3 കളിച്ച് പോണിനെ അറ്റാക്ക് ചെയ്യണം. നൈറ്റ് C6 കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. വൈറ്റ് സെൻറ്ററിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. പോൺ വെച്ച് പോണിനെ വെട്ടുന്നതാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മൂവ്. പോൺ C3 കളിച്ച് വീണ്ടും ചലഞ്ച് ചെയ്യുന്നു. വെട്ടിയെടുക്കുമ്പോൾ കാര്യം ഒരു പോണിനെ അവിടെ കൊടുത്തെങ്കിലും റാപ്പിഡ് ഡെവലപ്മെൻറ്റ് വൈറ്റിന് കിട്ടി. ഇവിടെ ബ്ലാക്ക് പ്ലെയർ കളിക്കുവാണ്. പോണിനെ D6 ഇട്ട് കളിക്കുന്നു. ഇങ്ങനെ മൂവ് കളിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഒന്ന് ഇവിടെ ഈ ഒരു E5 സ്ക്വയർ കൺട്രോൾ ചെയ്യുക, രണ്ട് ബിഷപ്പിനെ പുറത്തിറക്കുക. ബിഷപ്പിനെ പുറത്തിറക്കി G4 കളിച്ച് ഈ നൈറ്റിനെയൊക്കെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് ബിഷപ്പിനെ C4 കളിക്കുന്നു. രണ്ട് നൈറ്റുകളെയും പുറത്തിറക്കി ബിഷപ്പിനെയും പുറത്തിറക്കി. ബ്ലാക്ക് ബിഷപ്പ് G4 കളിച്ച് ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുകയാണ്. വൈറ്റിന് പക്ഷെ ഒരു കൂസലും ഇല്ല. വൈറ്റ് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. ഇവിടെ ബ്ലാക്ക് ഒരു ട്രിക്കി മൂവ് കളിച്ചു നോക്കുവാണ്. നൈറ്റിന് ഇവിടേക്ക് കളിക്കുന്നു. നൈറ്റിന് E5 കളിക്കുന്നു. ഉദ്ദേശം ഇപ്പം ഈ നൈറ്റ് അനങ്ങിക്കഴിഞ്ഞാൽ ക്യൂൻ പോവും. ഇതാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. പക്ഷേ സർപ്രൈസിംഗ്ലി ഇവിടെ വൈറ്റിന് ഒരു ബ്യൂട്ടിഫുൾ മൂവ് ഉണ്ട്. ഇവിടെ വൈറ്റിന് ഈ ഒരു പിൻ തടയാൻ വേണ്ടി ഇങ്ങോട്ട് പോകണമെന്നില്ല. പകരം വൈറ്റിന് ചാടിക്കേറി ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ക്യൂൻ ഇവിടെ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ. ക്യൂനെ എങ്ങാനും വെട്ടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പിലേക്ക് ഇവിടെ എതിരാളി വീഴ്ത്തി കഴിഞ്ഞു. വിത്ത് ചെക്കാണ് ഇവിടെ. കിങ് ഒന്ന് മോളിൽ കയറി കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് ആണ്. രണ്ട് കുതിരയും ബിഷപ്പും. നോക്കുക ഇവിടെ ഇപ്പം എങ്ങോട്ടാണ് പോകാൻ പറ്റുക? കിങ്ങിന് പുറകോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഈ ബിഷപ്പ് ഉണ്ട്. മുന്നോട്ട് കയറാൻ പറ്റില്ല, ഈ ബിഷപ്പ് ഉണ്ട്. ഇവിടേക്ക് വരാൻ പറ്റില്ല, ഈ നൈറ്റ് ഉണ്ട്. ഇവിടേക്കും പോകാൻ പറ്റില്ല, ഈ നൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു മനോഹരമായൊരു ചെക്ക് മേറ്റ്. ഇനി ഫൈനലായിട്ടുള്ള അഞ്ചാമത്തെ ട്രാപ്പ്, നൈറ്റ് F3 വെച്ചാണ് വൈറ്റ് തുടങ്ങുന്നത്. ഇവിടെ ബ്ലാക്കിന് സാധാ പോലുള്ള E5 മൂവ് നേരെ കളിക്കാൻ പറ്റില്ല, കാരണം ജസ്റ്റ് നേരെ പോൺ പോകും. അതുകൊണ്ട് ബ്ലാക്കിന് ഇവിടെ കളിക്കാവുന്ന ഒരു മൂവാണ് പോൺ D5. ഇവിടെ നിങ്ങൾ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു, സെൻറ്ററിൽ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് വന്നിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കുന്നു. നൈറ്റിലേക്ക് അറ്റാക്കാണ്. നൈറ്റ് ഇവിടേക്ക് കളിക്കുന്നു, E5 കളിക്കുന്നു. അപ്പോൾ ഇവിടെ ബിഗിനേഴ്സ് ആണെങ്കിൽ പറ്റുപോകുന്ന ഒരു ട്രാപ്പാണ് ഇവിടെ. ഈ ഒരു നൈറ്റിനെ ഓടിച്ചു വിടാൻ വേണ്ടി F6 കളിച്ച് ഈ ഒരു നൈറ്റിനെ ഓടിച്ചു വിടാൻ നോക്കുകയാണ്. പക്ഷേ നമ്മൾ നൈറ്റ് കൊണ്ട് തിരികെ പോകുന്നില്ല. കളിക്കാൻ പോകുന്നത് ക്യൂൻ H5 ചെക്കാണ്. അപ്പോൾ കിങ്ങിന് ഇവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു നൈറ്റ് വെച്ച് ചെക്ക് ഉള്ളത് കൊണ്ട്. ഓൺലി മൂവ് ആയിട്ട് ഇവിടെ മറയ്ക്കാൻ പറ്റുന്നത് പോൺ വെച്ചിട്ട് G6 മറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെ ഒരു മൂവ് കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കളിക്കാൻ പോകുന്നത് എന്താണ്? വൈറ്റ് നൈറ്റ് വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കും. അപ്പോൾ എൻ്റെ ഉദ്ദേശം, ഇനി ഈ ഒരു നൈറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യൂവിൻ്റെ നേരെ കിങ് വരും, ചെക്കാവും. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിവർത്തിയില്ല. അപ്പോൾ ഇവിടെ കിങ്ങിന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിവർത്തിയില്ല. ഈ ഒരു നൈറ്റ് മാറിക്കഴിഞ്ഞാൽ ഡിസ്കവർ ചെക്ക് വിത്ത് റൂക്കിനെ വെട്ടി വിത്ത് ചെക്ക് വരും. ഇനി ഇതിനെ വെട്ടിക്കഴിഞ്ഞാലോ നമ്മൾ ചെയ്യാൻ പോണ എന്താണ്? റൂക്കിനെ അങ്ങ് എടുക്കുന്നു. അങ്ങനെ ഒരു കിടിലൻ ഗെയിം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ചെസ് ട്രാപ്പുകളെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ചെസ് ട്രാപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.